വാസ്തവ്യം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് നിർമ്മാണ പ്രവൃത്തികളടക്കം ഒട്ടേറെ വിഷയങ്ങൾക്ക് പരിഹാരമായേക്കാവുന്ന ഊർജ്ജ സംബന്ധമായ ഒരു ഉപകരണത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെ ഒരു ഉപകരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. പെൻഡുലം എന്നാണ് ആ ഉപകരണത്തിൻ്റെ പേര്. പൂർണ്ണമായും പറഞ്ഞാൽ പെൻഡുലശാസ്ത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ അതിനെ വിശദീകരിക്കാം. പദാർത്ഥങ്ങളിൽ നിന്നും നിർഗമിക്കുന്ന രാധപ്രസരണ സന്ദേശങ്ങളെ പെൻഡുലത്തിൻ്റെ സഹായത്താൽ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ് പെൻഡുലശാസ്ത്രം. ലോകത്തെമ്പാടും നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ അപഗ്രഥിക്കുന്നതിന് ഈ ശാസ്ത്രത്തെ ഉപയോഗിച്ചു വരുന്നു. ഗോചരമല്ലാത്ത വസ്തുക്കളെക്കുറിച്ച് അറിയുന്നതിനാണ് പെൻഡുലം ഉപയോഗിക്കുന്നത്. പഞ്ചരശ്മികളിലൂടെ ഈ ശാസ്ത്രത്തെ പറയുന്നു. 1. മൗലിക രശ്മികൾ. വസ്തുവിൽ നിന്ന് നേരിട്ട് തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്ന നിമിഷം കൊണ്ട് വസ്തുവിൻ്റെ സാന്നിധ്യം, സ്വഭാവം, ദിക്ക്, ദൂരം മുതലായവ കൃത്യമായി കണ്ടെത്താം. ഓരോ വസ്തുവിനും മൗലിക രശ്മിയുണ്ട്. ആ രശ്മിയുടെ ദിക്കും ചരിവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. 2. മാനസരശ്മി. മെൻ്റൽ റേ എന്ന് ഇംഗ്ലീഷിൽ പറയും. വസ്തുവിൽ നിന്ന് നേരിട്ട് തലച്ചോറിലേക്ക് ഇത് സഞ്ചരിക്കുന്നു. നിമിഷം കൊണ്ട് ഒബ്ജക്റ്റിൻ്റെ സാന്നിധ്യം, സ്വഭാവം, ദിക്ക് മുതലായവ കൃത്യമായി കണ്ടെത്താം. അടുത്തതായി പറയുന്നത് സാക്ഷിരശ്മിയാണ്. ഓരോ വസ്തുവും അതിനെപ്പോലുള്ള മറ്റൊരു വസ്തുവിലേക്ക് രാധശക്തി സന്ദേശത്തെ അയച്ചുകൊണ്ടിരിക്കുന്നു. 4. സൂര്യരശ്മി. സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ എല്ലാ വസ്തുക്കളെയും സൂര്യനോട് ബന്ധിപ്പിക്കുന്നു. ലംബരശ്മി. വസ്തുവിൻ്റെ മുകളിലും താഴെയും ഉണ്ടായിരിക്കും. പെൻഡുലം വസ്തുവിൻ്റെ മുകളിൽ പിടിച്ചാൽ ക്രമസംഖ്യ കൃത്യമായി കിട്ടുന്നതാണ്. അടുത്തതായി പറയുന്നത് ഈ പെൻഡുലം കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചാണ് ആഭിചാരദോഷം. അഭിചാരദോഷം 2 ടൈപ്പ് ഉണ്ട്. അതായത് 1 മഹാഭിചാരവും 2 ക്ഷുദ്ര അഭിചാരവും. അതിനകത്ത് വരുന്ന ഒരു ഷഡ്കർമ്മങ്ങളാണ്. 1 ശാന്തി, 2 വശ്യം, 3 വിദ്വേഷം, 4 ഉച്ചാടനം, 5 സ്തംഭനം, 6 മാരണം. ക്ഷുദ്രാഭിചാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വസ്തുവിനെ നെഗറ്റീവ് എനർജിയാക്കി മണ്ണിൽ ലയിക്കാത്ത വസ്തുക്കൾ കുഴിച്ചിടുന്ന പ്രക്രിയയാണ്. ജലത്തിലും അത് ചെയ്യുന്നുണ്ട്. 2 മഹാഭിചാരമാണ്. ഏതെങ്കിലും ദുഷ്ടശക്തിയെ ആളിലേക്ക് സന്നിവേശിപ്പിച്ചു വിടുന്ന പ്രക്രിയയാണ് മഹാഭിചാരം. മഹാഭിചാരത്തിന് ഒബ്ജക്റ്റ് വേണ്ട. അടുത്തതായി പറയുന്നത് ഈ പെൻഡുലം കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. പെൻഡുലം ഉപയോഗിക്കുന്ന വ്യക്തിയിൽ നിന്നും